ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്തമാറ്റിക്സിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലുള്ള ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ എന്ന ടോപ്പിക്കാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹെഡിങ് ആണ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്. നമ്മളൊരു റിയൽ ഫംഗ്ഷൻ അഥവാ ഡൊമെയിനും റേഞ്ചും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സോ അതിൻ്റെ സബ്സെറ്റുകളോ ആയി വരുന്ന ഫംഗ്ഷനുകളെയാണ് നമ്മൾ റിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അഥവാ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആർ ക്രോസ് ആറിൽ നിന്നാണ്. ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളുടെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും എക്സാമിനേഷന് വരാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മുതൽക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യമായി നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ നമ്മൾ എല്ലാവരും പഠിച്ചതാണ്. y = x എന്നതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡൊമെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് വാല്യൂസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് എന്നാണ്. അപ്പൊ നമുക്ക് y = x എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ എക്സിന് ഏതെല്ലാം വാല്യൂ സ്വീകരിക്കാം? എക്സ് ബിലോങ്സ് ടു ആർ. എല്ലാ റിയൽ നമ്പേഴ്സും നമുക്ക് എക്സിന്റെ വാല്യൂ അപ്ലൈ ചെയ്യാം. വൈക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂസ് നമ്മൾ എക്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു അതിനെ നമ്മൾ റേഞ്ച് എന്ന് പറയാം. യഥാർത്ഥത്തിൽ റേഞ്ച് എന്താ? ഈ എക്സിന് നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന വൈ വാല്യൂസിനാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ വൈയും എക്സും ഈക്വൽ ആയതുകൊണ്ട് ഇതിന്റെ റേഞ്ചും എന്ത് തന്നെയാണ്? ആർ എന്ന റിയൽ നമ്പേഴ്സ് തന്നെയാണ് ഇതിന്റെ റേഞ്ച്. അപ്പൊ ഡൊമെയിൻ റേഞ്ചും ഈക്വൽ ആയിരിക്കും. ഡൊമെയിനും റേഞ്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മെഷീൻ അതുമായി റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് പറയാം. അഥവാ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഡൊമെയിനായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കിട്ടുന്ന പ്രൊഡക്റ്റിനാണ് നമ്മൾ എന്ത് പറയാ? റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എക്സ് ആർ എന്ന റിയൽ നമ്പേഴ്സിലെ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? വൈക്ക്, അതിനാണ് റേഞ്ച് എന്ന് പറയാ. അപ്പോൾ റിയൽ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ അതേ റിയൽ നമ്പേഴ്സ് നമുക്ക് എന്ത് കിട്ടുന്നു? റേഞ്ച് ആയിട്ട് കിട്ടുന്നത്. ഇനി നോക്കൂ, ഇവിടെ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് y = x². ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഇവിടെ എക്സിന് നമുക്ക് എല്ലാ വിലകളും ഡിഫൈൻഡ് ആണ്. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് വാല്യൂസ് ഇൻ വിച്ച് y ഈസ് ഡിഫൈൻഡ്. അപ്പൊ എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം? എക്സിന് റിയൽ നമ്പേഴ്സ് എന്ന് കൊടുക്കാം. ദർഫോർ ഡൊമെയിൻ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്, ആർ ആണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ ആർ എന്ന റിയൽ നമ്പേഴ്സിലെ വാല്യൂസ് നമ്മൾ എക്സിന് കൊടുക്കുമ്പോൾ എന്ത് വൈക്ക് കിട്ടുന്നു? ഇവിടെ x² ആയതുകൊണ്ട് നെഗറ്റീവ് കൊടുത്താലും പോസിറ്റീവ് കൊടുത്താലും y ഈസ് ഓൾവേസ് പോസിറ്റീവ്. ആൻഡ് വെൻ x = 0 y ഈസ് 0. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ റേഞ്ച് ആയിട്ട് വരിക ക്ലോസ്ഡ് 0 ഓപ്പൺ ഇൻഫിനിറ്റി എന്നാണ്. എന്ന് പറഞ്ഞാൽ 0യും അതിന് മുകളിലുമുള്ള വാല്യൂസ് ആണ് റേഞ്ച് ആയിട്ട് നമുക്ക് വരിക. ഇതാണ് ഈ ഫംഗ്ഷന്റെ ഡൊമെയിനും റേഞ്ചും. ഇനി നമ്മൾ മറ്റൊരു ഫംഗ്ഷനാണ് റാഷണൽ ഫംഗ്ഷൻ. നോക്കൂ, റാഷണൽ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ y = 1/x ഇത് റാഷണൽ ഫംഗ്ഷനാണ്. ഇവിടെ നമുക്ക് ഈ എക്സിന് എന്ത് പറ്റൂല? എക്സിന് 0 എന്ന വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം 1/0 ഈസ് നോട്ട് ഡിഫൈൻഡ്. അതിനാൽ എക്സ് നോട്ട് ഈക്വൽ ടു 0, എക്സിന്റെ വാല്യൂ 0 പറ്റില്ല. സോ റിയൽ നമ്പറിൽ നിന്ന് 0 എന്ന എലമെന്റ് ഒഴിവാക്കിയതായിരിക്കും ഇതിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്. സോ ഡൊമെയിൻ ഈസ് ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് 0 ആണ്. ഇനി ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ xy = 1 അഥവാ x is equal to 1/y, y not equal to 0. yന്റെ വാല്യൂ എന്താ പാടില്ല? 0 ആവാൻ പാടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? y എന്നത് എന്താണ്? r മൈനസ് സെറ്റ് 0 ആണ്. അഥവാ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പറിൽ നിന്ന് 0 ഒഴിവായതാണ് ഇതിന്റെ റേഞ്ച് എന്നും പറയുന്നത്. ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അതേപോലെ സെക്കൻഡ് ഡിഗ്രി വരുന്ന റാഷണൽ ഫംഗ്ഷനുകൾക്ക് ഡൊമെയിൻ മാത്രമേ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളൂ, അല്ലാതെ റേഞ്ചിൽ കണ്ടുപിടിക്കാനില്ല. പരീക്ഷയ്ക്ക് സിലബസിൽ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ f(x) അഥവാ y = x + 1/x² - 3x + 2 എന്ന ഒരു ഫംഗ്ഷൻ തന്നു വിചാരിച്ചോളൂ. ഇതിന്റെ ഡൊമെയിൻ എന്ത് എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യുക. x + 1/,
ഇത് നമുക്ക് സമ്മ് -3 പ്രോഡക്റ്റ് 2 എത്രയാണ് x-1 ഇൻറ്റു x-2 x-1 ഇൻറ്റു x-2 ഇതാണ് ഈ പോളിനോമിയലിന്റെ ഫാക്ടറൈസേഷൻ. അപ്പൊ ഇവിടെ എക്സിന് എന്ത് പറ്റൂല? എക്സിന് 1 എന്ന വിലയും പറ്റൂല, എക്സിന് 2 എന്ന വിലയും പറ്റൂല. അതിനാൽ തന്നെ ഇതിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൽ നിന്ന് 1 എന്ന നമ്പറും 2 എന്ന നമ്പറും ഒഴിവാക്കിയതാണ്. സോ r-set1,2 ആണ് ഇതിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫംഗ്ഷൻ ആണ് മോഡുലസ് ഫംഗ്ഷൻ y = mod x. ഈ ഫംഗ്ഷന്റെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. കാരണം മോഡുലസ് ഫംഗ്ഷൻ എന്നത് എന്താണ്? പോസിറ്റീവ് ആണ് അതിന്റെ y വാല്യൂസ്, അഥവാ 0 ഉണ്ടാവും, 0 ഉൾപ്പെടെയുള്ള പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോ ഇതിന്റെ ഡൊമെയിൻ എന്താണ്? x ബിലോങ്സ് ടു r ആണ്. എക്സിന് എല്ലാ റിയൽ നമ്പേഴ്സും പറ്റും. അപ്പോൾ ഇതിന്റെ ഡൊമെയിൻ റിയൽ നമ്പേഴ്സ് ആണ്. y ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0 ഓപ്പൺ ഇൻഫിനിറ്റി. ഇതാണ് ഇതിന്റെ ഡൊമെയിനും റേഞ്ചും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നമ്മൾ പഠിച്ചത് എന്താണ്? സിഗ്നം ഫംഗ്ഷൻ ആണ്. സിഗ്നം ഫംഗ്ഷൻ എന്താ? സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y = mod x by x, x not equal to 0, 0, x equal to 0. ഇതാണ് സിഗ്നം ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. അപ്പൊ ഈ സിഗ്നം ഫംഗ്ഷന്റെ ഡൊമെയിനും റേഞ്ചും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഡൊമെയിൻ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇനി ഇതിന്റെ റേഞ്ചിൽ നോർമലി 3 വാല്യൂസ് ഉണ്ടാവുള്ളൂ. അതായത് എക്സിന് പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ mod x by x 1 ആയിരിക്കും. എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ mod x by x -1 ആയിരിക്കും. പിന്നെ 0 ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന്റെ റേഞ്ചിൽ എന്തുണ്ടാവുക? റേഞ്ച് ഈസ് ഈക്വൽ ടു 1, -1, 0. ഈ 3 വാല്യൂസ് ആണ് ഇതിന്റെ റേഞ്ചിൽ ഉണ്ടായിരിക്കുക. വളരെ ശ്രദ്ധിക്കുക, ഇതിന്റെ റേഞ്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിയൽ നമ്പേഴ്സ് ഏത് വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ റേഞ്ച് ആയിട്ട് കിട്ടുക ഐദർ 1 or -1 or 0. ഈ 3 വാല്യൂസ് ആണ് ഇതിന്റെ റേഞ്ച് ആയിട്ട് വരിക. ഇനി സ്റ്റെപ്പ് ഫംഗ്ഷൻ അഥവാ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ y = ബോക്സ് x. ഇതിനാണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറയാം. ഇതിന്റെ ഡൊമെയിനും അതേപോലെ എന്താണ്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്, r ആണ്. ഇനി ഇതിൽ ഏത് റിയൽ നമ്പർ കൊടുത്താലും ഇതിന്റെ ഉത്തരമായിട്ട് വരിക എന്താണ്? ഇന്റിജർ ആണ്. അതിനാൽ തന്നെ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഇന്റിജേഴ്സ്. ഇതിന്റെ റേഞ്ച് ആയിട്ട് വരിക ഇന്റിജർ സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡൊമെയിനും റേഞ്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇനി സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളാണ്. ഇപ്പൊ റൂട്ടിന്റെ y = √(x-1). ഈ ഫംഗ്ഷന്റെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കാൻ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. എങ്ങനെ നമ്മൾ ഇതിന്റെ ഡൊമെയിൻ റേഞ്ച് കണ്ടുപിടിക്കുക? നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? √(x-1) എന്നത് x-1 വാല്യൂ നെഗറ്റീവ് ആവാൻ പാടില്ല. x-1 ഉള്ളിൽ, ഈ റൂട്ടിനുള്ളിൽ x-1 വാല്യൂ നെഗറ്റീവ് ആയാൽ അത് ഇമാജിനറി ആയി. നമ്മൾ റിയൽ നമ്പേഴ്സ് ആണ് അതിന്റെ ഡൊമെയിനും റേഞ്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സിന്റെ വാല്യൂ ഒരിക്കലും നമുക്ക് x-1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് ഇതിന്റെ വാല്യൂ ആയിട്ട് ഡൊമെയിനിൽ വരുമ്പോൾ ഒരിക്കലും x-1 നെഗറ്റീവ് ആവാൻ പാടില്ല. അപ്പൊ x-1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? x ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കി എന്താണ് ഇതിന്റെ ഡൊമെയിൻ? ഡൊമെയിൻ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് 1 ഓപ്പൺ ഇൻഫിനിറ്റി. 1ഉം അതിന് മുകളിലുള്ള റിയൽ നമ്പേഴ്സ് ആണ്. ഇനി ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ട് കാര്യം റൂട്ടാണ്. പോസിറ്റീവ്, റൂട്ടിന്റെ വാല്യൂ പോസിറ്റീവ് ആണല്ലോ. അപ്പൊ പോസിറ്റീവ് നമ്പറും 0യും റേഞ്ച് ആയിട്ട് വരാം, പക്ഷെ ഒരിക്കലും നെഗറ്റീവ് നമ്പർ റേഞ്ച് ആയിട്ട് വരില്ല. അതിനാൽ തന്നെ നമുക്ക് ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫംഗ്ഷൻ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ y² ഈസ് ഈക്വൽ ടു x-1 എന്ന് എഴുതാം. ഇനി -1 ഇങ്ങോട്ട് പോയാലോ? x ഈസ് ഈക്വൽ ടു y² + 1. ഈ -1 ഇങ്ങോട്ട് പോകുമ്പോൾ y². അപ്പൊ y² + 1 x ആണ്. എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് y² + 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എഴുതാം. y² ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അഥവാ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. Therefore range is equal to
ക്ലോസ്ഡ് 0 ഓപ്പൺ ഇൻഫിനിറ്റി ആണ് ഇതിന്റെ റേഞ്ച് വരിക. ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മറ്റൊരു ഫംഗ്ഷൻ, അതായത് y √9 - a². സാധാരണ പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. റൂട്ട് ഓഫ് ഒരു സെക്കൻഡ് ഡിഗ്രിയിലുള്ള 9 - a² റൂട്ടിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡൊമെയിൻ എന്ത്, റേഞ്ച് എന്ത്, വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആണ്. നോക്കൂ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ y √, ഇത് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 + x × 3 - x എന്ന് എഴുതും. ഈ റൂട്ടിനുള്ളിലുള്ള 9 - a² എന്തായിരിക്കണം? എപ്പോഴും ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കണം, നെഗറ്റീവ് ആകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? 3 + x × 3 - x എന്നത് ≥ 0 ആവണം, നിർബന്ധമുണ്ട്. അതിനാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഇത് 3 + x × 3 - x = 0 എന്നുള്ള ഇക്വേഷൻ എടുക്കുക. തുടർന്ന് 3 + x × 3 - x > 0 ഇത് കൊടുക്കുക. നോക്കൂ, ഇവിടെ നമുക്ക് x = -3 എന്നും x = 3 എന്നും രണ്ട് വാല്യൂസ് കിട്ടും. ഈ രണ്ട് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ലൈനിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു -3 വേറെ വാല്യൂ 3. അപ്പൊ ഈ നമ്പർ ലൈനെ നമ്മൾ 3 പാർട്ടാക്കി മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ > 3, ബിറ്റ്വീൻ -3 and 3 ആൻഡ് <3. ഈ 3 ഏരിയയിൽ ഈ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോ ഈ 3ക്ക് മുകളിലുള്ള ഒരു നമ്പർ ഇവിടെ കൊടുക്കരുച്ചോളി എക്സിന്. അപ്പൊ 3ക്ക് മുകളിൽ ഒരു നമ്പർ എക്സിന് കൊടുത്താൽ ഇവിടെ എന്താ ഉണ്ടാവുക? അപ്പൊ സപ്പോസ് നമ്മൾ 4 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 7 ഉണ്ടാവും ഇൻറ്റു ഇവിടെ 3 - 4 -1 ആണ് > 0 എന്ന് പറഞ്ഞാൽ -7 < 0 എന്ന ഇനീക്വാളിറ്റി ഇത് റോങ് ആണ്, തെറ്റാണ്. അതിനാൽ തന്നെ -3ക്ക് മുകളിലുള്ള ഒരു വാല്യൂസും ഇതിന്റെ ഡൊമൈനിൽ ഉണ്ടാവുകയില്ല. ഇനി ഇവിടെ നോക്കൂ, -3ക്ക് താഴെയുള്ള ഒരു നമ്പർ -4 കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ -3 + -4 ഇൻറ്റു 3 - -4 എന്നാണ് നമ്മൾ കൊടുക്കുക > 0. ഈ ഇനീക്വാളിറ്റി എന്താണ്? ഇത് -1 ഇൻറ്റു ഇത് 7, ഇത് > 0, ഇതും തെറ്റാണ്. അപ്പൊ അതിനാൽ തന്നെ ഈ വാല്യൂസും എന്തുണ്ടാവില്ല, ഇനി ഇതിന്റെ ഡൊമൈനിൽ ഉണ്ടാവില്ല. ഇനി -3ന്റെയും 3ന്റെയും ഇടയിലുള്ള ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിലോ, സപ്പോസ് ഞാൻ 0 കൊടുക്കണം -3 3ന്റെ ഇടയിൽ, ഈ ഇനീക്വാളിറ്റിയിൽ. അപ്പൊ 3 + 0 എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 - 0 അതും 3 ആണ്. 3 × 3 > 0, ഇറ്റ് ഈസ് ട്രൂ. അപ്പോൾ ഇതിന്റെ ഡൊമൈൻ എന്തായിരിക്കും? ഡൊമൈൻ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് -3 ക്ലോസ്ഡ് ഇന്റർവെൽ -3 ആണ് ഇതിന്റെ ഡൊമൈൻ. ഇങ്ങനെയാണ് ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ കണ്ടുപിടിക്കുക. ഇനി ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. എന്താണ് ഇതിന്റെ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ആദ്യം തന്നെ ഈ എക്സിന്റെ വാല്യൂ -3യും 3യും കൊടുക്കുമ്പോൾ വൈക്ക് എന്ത് കിട്ടുന്നു എന്നതിനെ സംബന്ധിച്ചാണല്ലോ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡൊമൈൻ നമുക്കിപ്പോ കിട്ടി. ഇതിന്റെ ഡൊമൈൻ എന്താണ്? ക്ലോസ്ഡ് -3 ആണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ നമുക്ക് y എന്ന് പറയുന്നത് √9 - a² ആണ്. ഫസ്റ്റ് പോയിന്റ് റൂട്ട് പോസിറ്റീവ് ആണ്. ഇനി നമ്മൾ ഈ ഹയസ്റ്റ് വാല്യൂ, ഡൊമൈന്റെ ഹയസ്റ്റ് വാല്യൂ 3 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 0 എന്ന് കിട്ടും. ഈ ലീസ്റ്റ് വാല്യൂ -3 കൊടുത്താൽ 0 കിട്ടും. അതിനാൽ 0 എന്താണ്? ഒരു ഫസ്റ്റ് വാല്യൂ ആണ്. ഈ ഫംഗ്ഷന്റെ റേഞ്ച് കണ്ടുപിടിക്കാനുള്ള റേഞ്ചിന്റെ ഫസ്റ്റ് വാല്യൂ 0 ആണ്. കാരണം എക്സിന് 3 കൊടുക്കുമ്പോൾ y 0 ആവും, എക്സ് -3 കൊടുത്താൽ 0. ഇനി എന്താണ്? ഇനി എക്സിന് നമ്മൾ 0, ഇതിന്റെ ഇടയിലുള്ള 0 എന്ന് കൊടുക്കുമ്പോൾ 9 - 0, ഇതിന്റെ ഹയസ്റ്റ് വാല്യൂ എന്താ കിട്ടുക? 0 കൊടുക്കുമ്പോഴാണ് ഇതിന്റെ ഹയസ്റ്റ് കിട്ടുക. ഈ റൂട്ടിന്റെ ഹയസ്റ്റ് വാല്യൂ എക്സിന് 0 കൊടുക്കുമ്പോഴാണ്. അപ്പൊ 0 കൊടുക്കുമ്പോൾ 9 - 0 √3 എന്ന് കിട്ടും. Therefore 0 3 ക്ലോസ്ഡ് ഇന്റർവെൽ 0 3 ആണ് ഇതിന്റെ റേഞ്ച്. നിങ്ങൾ നല്ല മനസ്സിലാക്കണം, ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇനിയിപ്പോ ഇവിടെ 9ന് പകരം 25 - a² ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ -5 എന്നാണ് ഡൊമൈൻ വരിക. 0 5 ആണ് ക്ലോസ്ഡ് ഇന്റർവെൽ 0 5 ആണ് ഇതിന്റെ റേഞ്ച് വരിക. ഇങ്ങനെയുള്ള ചോദ്യം നമ്മൾ പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യണം. ഇനി നിങ്ങളെ മിസ്ലേനിയസ് എക്സർസൈസിൽ വളരെ രസകരമായിട്ടൊരു ചോദ്യം ഉണ്ട്. y = x² / 1 + a². ഇങ്ങനെ ഒരു ചോദ്യം. എന്നിട്ട് പറയുകയാണ് എക്സ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ഇതിന്റെ റേഞ്ച് എന്ത്? നമ്മൾ മനസ്സിലാക്കുക, ഇതിനൊരിക്കലും റേഞ്ചിൽ ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് ഉണ്ടാവില്ല നമുക്ക് മനസ്സിലായി. എന്താ കാരണം? x² ഈസ്
ഈവൻ ഫംഗ്ഷൻ അതൊരിക്കലും നെഗറ്റീവ് ആവില്ല. ഇതിന് മൈനസ് കൊടുത്താൽ ഒരിക്കലും മൈനസ് ആവില്ല. അതേപോലെ താഴെയും, അപ്പം മുകളിലും പോസിറ്റീവ് താഴെയും പോസിറ്റീവ്. അപ്പൊ ഇതിന് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക വൈക്ക്. പിന്നെ എക്സിന് 0 കൊടുക്കുമ്പോൾ 0യും കിട്ടും. അപ്പൊ ഒരു വാല്യൂ നമുക്ക് എന്ത് മനസ്സിലായി? ക്ലോസ്ഡ് 0 ആണ്. ഇനി നിങ്ങൾ നോക്കൂ, ന്യൂമറേറ്റർ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ. എപ്പോഴും ന്യൂമറേറ്ററേക്കാൾ 1 കൂടുതലാണ്. അപ്പം നോക്കൂ, ഇവിടെ ഇപ്പൊ 3 സ്ക്വയർ ആണ് നിർത്തുള്ളൂ. 3 കൊടുത്താൽ 3 സ്ക്വയർ ബൈ 1 പ്ലസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത്രയാണ് 9/10. ഇറ്റ് ഈസ് ലെസ് ദാൻ 1. അപ്പൊ എല്ലാ വാല്യൂസും 1 അല്ലാത്ത ഏത് വാല്യൂ നമ്മൾ എക്സിന് കൊടുത്താലും ഇതിന്റെ y വാല്യൂ എന്തായിരിക്കും? 1ൽ താഴെയുള്ള ഒരു റിയൽ നമ്പർ ആയിരിക്കും. ദെർഫോർ ക്ലോസ്ഡ് 0 ഓപ്പൺ 1 ആണ് ഈ ഫംഗ്ഷന്റെ റേഞ്ച്. ഇങ്ങനെയുള്ള ഡൊമൈൻ റേഞ്ചും കണ്ടുപിടിക്കാനുള്ള ചോദ്യം ഒന്ന് പരീക്ഷയ്ക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് NCERT-യിലെ എക്സർസൈസിൽ നിന്നും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ പരീക്ഷയ്ക്ക് നല്ലതുപോലെ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാനുള്ള ചോദ്യം ദ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ചോദ്യങ്ങളാണ്.